XUV 500 പേരിലാണ് ആ 700ക്ക് ഇത്ര ആരാധകർ. പിന്നെ വേറെ ഒരു ഡ്രോബാക്ക് ഇതിനകത്ത് ഞാൻ കാണുന്നത്, കൂടുതൽ പേരും ബോഡി റോളിങ്ങിന്റെ കാര്യമാണ് ചോദിച്ചത്. ഇപ്പം വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒലച്ചില 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പം എത്ര തവണ ഇതിന്റെ ടയർ മാറിയിട്ടുണ്ട്? പിന്നെ ഒരു പ്രോബ്ലം വരുന്നത്, ഇത് ഈ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, സൂചിപ്പിച്ചിട്ട് ഇന്ത്യൻ വണ്ടിയുടെ ആണ്ടുകൊണ്ടാകെ ഇതിന്റെ സൈഡിലൊരു ചെറിയൊരു അത് വളരെ കുറവായിട്ടുള്ളൊരു മൈലേജ് ആണ്. ഇപ്പം ഹലോ ഫ്രണ്ട്സ്, വാക്ക് വിത്ത് നഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എല്ലാവരുടെ ആവശ്യപ്രകാരം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന XUVയുടെ 500 എന്ന് പറയുന്ന വാഹനമാണ്. 500യുടെ 2016 മോഡലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ നല്ലൊരു ലോങ് റൺ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ വീഡിയോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇദ്ദേഹമാണ് ഈ വാഹനത്തിൻ്റെ ഓണർ. ഇദ്ദേഹം 2016 മുതൽ ഈ വാഹനം ഉപയോഗിച്ച് വരുന്നു. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അധികം ഇൻട്രോ പറഞ്ഞ് ഞാൻ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ആദ്യം തന്നെ ഈ വാഹനങ്ങളുടെ ഡീറ്റെയിലായിട്ട് നമുക്ക് കിടക്കാം. ഹായ് അങ്കിൾ. നിങ്ങളുടെ പേര്? എൻ്റെ പേര് ജോർജ് ഡാനിയൽ. അപ്പം XUV 500 2016 എടുത്താണ്. ഇപ്പോൾ 6 വർഷം ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പം എന്തുകൊണ്ടാണ് XUV 500 വരാനായിട്ടുള്ള കാരണം? ഞാൻ ഇതിലേക്ക് വരാനുള്ള, എനിക്ക് എൻ്റെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒന്നിച്ചുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് 7 സീറ്റർ പ്രിഫർ ചെയ്തത്. ഓക്കെ. അപ്പം ആ ഒരു സമയത്ത് ഏതൊക്കെ വാഹനങ്ങൾ വേറെ അവൈലബിൾ ഉണ്ടായിരുന്നു? എനിക്ക് നേരത്തെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജീപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അംബാസഡറിലോട്ട് അംബാസഡർ കഴിഞ്ഞിട്ട് പിന്നെ മാരുതിയായി. മാരുതി 2 യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതിലേക്ക് മാറി. അപ്പോഴത്തേക്ക് ഫാമിലിയും കുറച്ചുകൂടെ ഒക്കെ വളർന്നു കൊച്ചു കുഞ്ഞുങ്ങളായി. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇച്ചിരി വലിയ വണ്ടി ആകാമല്ലോ എന്ന് കരുതിക്കൊണ്ട് മാത്രം 7 സീറ്ററിലോട്ട് വന്നു. ആ സമയത്ത് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ഇന്നോവ ക്രിസ്റ്റ, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മഹീന്ദ്ര എടുക്കണമെന്ന് എന്തുകൊണ്ട്? മഹീന്ദ്ര എടുക്കാൻ ഉദ്ദേശിച്ച നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചർ തന്നെ ആയിക്കോട്ടെ, ഇന്ത്യൻ തന്നെ ആയതുകൊണ്ട് ഞാൻ മഹീന്ദ്രയിലേക്ക് മാറി. അങ്ങനെ ഒന്ന് മാറാൻ നോക്കാമെന്ന് കരുതിക്കൊണ്ടായിരുന്നു. ഓക്കെ. അപ്പം അന്ന് 2016 എടുത്തപ്പം ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയായിരുന്നു വന്നത്? അന്ന് ഓൺ റോഡ് പ്രൈസ് എനിക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സ് എല്ലാം കൂടി ചേർത്ത് ഏകദേശം ഒരു 15 ലക്ഷം രൂപയോളം. 15 ലക്ഷം രൂപ. അപ്പം ഇത് ടോപ്പ് മോഡലാണല്ലേ? അല്ല, സെക്കൻഡ് വേരിയന്റ് ആണ്. ഓക്കെ. അതിനും ആ സമയത്ത് 15 ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇപ്പം ഇതിന്റെ ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്, XUV 700. അത് ഞാൻ കഴിഞ്ഞിടെ അതിന്റെ ഒരു ജസ്റ്റ് ചുമ്മാ അവിടെ ഷോറൂമിൽ പോയി കഴിഞ്ഞപ്പോൾ ചുമ്മാ ഒന്ന് ചോദിച്ചു ഒരു വില, ഏതാണ്ട് 27,000 ടോപ്പ്. ഞാനതൊന്നും ഏതാണെന്നൊന്നും നോക്കിയില്ല. ചോദിച്ചു കഴിയുമ്പോൾ അവർ പറഞ്ഞു 27 ലാക്സ് ആവും എന്നൊക്കെ പറഞ്ഞു. അഡാസ് ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ബ്രേക്കിംഗും. അതിനെ കുറിച്ചൊന്നും നോക്കില്ല. ഞാൻ വണ്ടി കിടക്കുന്നത് കണ്ടോണ്ട് ഞാൻ ജസ്റ്റ് ചുമ്മാ എങ്ങനെയാണെന്ന് നോക്കി എന്നുള്ളതേ ഉള്ളൂ. അതിന്റെ ബുക്കിംഗ് ഡേറ്റ് അവരെല്ലാം പറഞ്ഞായിരുന്നു 1-2 വർഷമാണ് ഷോറൂമിൽ കിടപ്പുണ്ട്. അപ്പൊ ഇപ്പൊ ബുക്ക് ചെയ്താൽ 1 വർഷം കഴിഞ്ഞിട്ടൊക്കെ വണ്ടി കിട്ടുള്ളൂ. അതിനെക്കുറിച്ച് അറിയില്ല. നമ്മൾ ആവശ്യക്കാരനല്ലാന്നതുകൊണ്ട് ചോദിച്ചില്ല. പിന്നെ കണ്ടപ്പോ ഒരു അട്രാക്ഷൻ തോന്നിയത് കൊണ്ട് ഈ സീരീസ് തന്നെയാണല്ലോ, XUV ആണല്ലോ എന്ന് കണ്ടോണ്ട് ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ്, അതായത് XUV 500 പേരിലാണ് ആ 700ക്ക് ഇത്ര ആരാധകർ, ഇത്ര ബുക്കിംഗ് വരാൻ. ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ്, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, വളരെ നല്ലതാണ്, കംഫർട്ടബിൾ ആണ് ഓടിക്കാൻ. പിന്നെ എനിക്കിതിനകത്ത് കണ്ട ഒരു ഡിസ്കംഫോർട്ടബിലിറ്റി എന്ന് പറയുന്നത് മൈലേജ് ഇച്ചിരി കുറവാണ്. അതെ. എത്രയാണ്? എനിക്ക് ഒരു 8 കിലോമീറ്റേഴ്സ് കിട്ടുന്നുള്ളൂ. 8 ഒക്കെ കിട്ടുന്നുള്ളൂ. അത് വളരെ കുറവായിട്ടുള്ളൊരു മൈലേജ് ആണ്. പക്ഷേ ഞാൻ ഈ നമ്മുടെ ഈ റോഡിലൊക്കെയുള്ള ഡ്രൈവിങ്ങിലൊക്കെ ആയതുകൊണ്ടായിരിക്കും ലോങ് ഡ്രൈവിൽ കിട്ടുന്നത് ഉണ്ടാകാം ഒരു പക്ഷേ. ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനിപ്പോൾ ടൗണിലൊക്കെ കിടന്ന് പോകും, ചിലപ്പോൾ എവിടെയെങ്കിലും പുറത്തോട്ട് പോവുകയാണെങ്കിൽ അല്ലെ ട്രിവാൻഡ്രം വരെ പോകും, പോയിട്ട് അങ്ങനെ നോക്കിയിട്ടില്ല. ആവറേജ് ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ഫുൾ ടാങ്ക് അടിക്കുന്ന അങ്ങനെ നോക്കിയൊന്ന് ആവറേജ് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് 8 കിലോമീറ്റേഴ്സ് കിട്ടുന്നുള്ളൂ. അതൊരു അങ്ങനെയുള്ള. പിന്നെ വേറെ ഒരു ഡ്രോബാക്ക് ഇതിനകത്ത് ഞാൻ കാണുന്നത്, ഞാൻ മുമ്പേ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, ഇതുപോലെ ഞങ്ങൾക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹത്തിന്റെ പേരിലാണ് ഈ XUV 7 സീറ്റർ എടുക്കാനുണ്ടാകുക. പക്ഷെ എന്റെ ബാക്കിൽ ഏറ്റവും ബാക്കിലിരിക്കുന്ന വലിയ ബുദ്ധിമുട്ട്, അവിടെ ശകലം പോലും സ്പേസ് ഇല്ല. നമുക്ക് മുട്ട്
മൂത്ത് വെച്ചിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കൊച്ചു കുട്ടികൾക്ക് മാത്രം, കൊച്ചു കുട്ടികൾക്ക് പോലും മതി. എൻ്റെ ഒരു കൊച്ചുമോളാണെന്നുണ്ടെങ്കിൽ അവൾക്ക് കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട്. അവൾ ഇരുന്നപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ അവൾക്കും ബുദ്ധിമുട്ടായിട്ട്. ഈ അടുത്ത സമയത്ത് ഞങ്ങൾ ഓണത്തിൻ്റെ വെക്കേഷന് ഞങ്ങൾ ചുമ്മാതെ ഇവിടെ ഇടുക്കി ഡാമൊക്കെ ഒന്ന് കാണാനായിട്ട് പോയാൽ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോയത്. അപ്പം അന്നേരവും പിള്ളേരെല്ലാം പുറകെ കിടന്ന് ബഹളമായിരുന്നു, ഇരിക്കാനൊക്കത്തില്ല. അത് ശരി. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ബാക്കി എന്ത് ഘടകങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും ബെറ്ററാണ്. ഇപ്പം ഫ്രണ്ടിൽ യാത്ര ചെയ്യും, ഇപ്പം നിങ്ങൾ ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും അതുപോലെ സെന്റർ മിഡിലും വലിയ കുഴപ്പമൊന്നുമില്ല. മിഡിൽ റോ വലിയ കുഴപ്പമില്ല. ഏറ്റവും ബാക്കാണ് ബുദ്ധിമുട്ട്. ബാക്കാണ്. അപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് തലേദിവസം നമ്മളൊരു പോസ്റ്റ് ഇട്ടിരുന്നു, ഇതിന് ഡൗട്ടുള്ള കാര്യങ്ങൾ ചോദിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പം കൂടുതൽ പേരും ബോഡി റോളിങ്ങിന്റെ കാര്യമാണ് ചോദിച്ചത്. ഇപ്പം വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒലച്ചിലായിട്ട് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അത് തീർച്ചയായിട്ടും ഓടിക്കുന്നവരുടെ ഇതൂടെ ഡിപ്പെൻഡ് ചെയ്യുമായിരിക്കും. സ്ലോ സ്പീഡിൽ വരുമ്പോൾ ചിലപ്പോൾ വണ്ടി ഒന്ന് നിൽക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു അത് റോങ് പ്ലേസിംഗിലുള്ള ഈ ഗിയർ പ്ലേസിംഗിലുള്ള വരുന്ന ബുദ്ധിമുട്ടാകാം. സ്ലോ സ്പീഡിൽ അങ്ങനെയൊന്ന് നിൽക്കുന്നുണ്ട്. അത് ഫ്രം ദ വെരി ബിഗിനിങ് ഇറ്റ് സെൽഫ് പുതുതായിട്ട് എടുത്തുകൊണ്ട് വന്നപ്പോൾ തൊട്ടേ അങ്ങനെയുണ്ട്. എനിക്കൊരു ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എൻ്റെ തന്നെ ഒരു പക്ഷേ അത് ഇന്നും ഞാനത് ശരിയാകാത്തതുകൊണ്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് വരുന്നതാകാം. എൻ്റെ തന്നെ ഫോൾട്ട് കൊണ്ടാകാം. അത് വേറെ ആർക്കെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനവിടെ സർവീസിങ് ടൈമിൽ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞു കഴിയുമ്പോൾ അത് ഈ മോഡലിനുള്ള ഒരു ഇതുണ്ട് എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല. അപ്പം അതുപോലെ മൈലേജിന്റെ കാര്യം വണ്ടി എടുത്തപ്പോൾ തൊട്ട് ഈ മൈലേജ് ആണോ അതോ? ഇല്ല, ഞാൻ അന്നേരം തൊട്ട് ചെക്ക് ചെയ്തിട്ടില്ല. ഇപ്പൊ ഈ റീസെന്റ് ആണ് ഞാൻ ഇതിനെ കുറിച്ചൊന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് 8 കിലോമീറ്റേഴ്സ് അറിയാൻ സാധിച്ചത്. ഓക്കെ. ചിലപ്പോൾ ലോങ് ഡ്രൈവ് മാത്രം പോകുമ്പോൾ ആവറേജ് നോക്കുമ്പോൾ ഇപ്പൊ ഞാൻ ഇതിന്റെ ഒരു 80,000 ഇപ്പോൾ 80,000 പോവായി. 80,000 കിലോമീറ്റേഴ്സ് ആയി. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ അടുത്ത സമയത്ത് 80,000 ഒരു സർവീസിങ് നടത്തിയിട്ട് അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം മൈലേജ് കുറച്ചുകൂടി കിട്ടുമായിരിക്കാമെന്ന് ഞാൻ അങ്ങ് എനിക്ക് അത്രമാത്രം കുറെ കൂടെ അങ്ങ് അറ്റാച്ച്ഡ് ആയി ഉണ്ട്. അവർ ചിലപ്പം ഡീകാർബണൈസേഷൻ ഒക്കെ ചെയ്ത് ഉണ്ടാകണം. കാർബൺ കണ്ടന്റ് ഒക്കെ ചിലപ്പോൾ മാറ്റി കാണും. അതുകൊണ്ടായിരിക്കും ഒരു വണ്ടി കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ട് തോന്നിയോ? ഓക്കെ. അപ്പം അതൊക്കെയാണ് നമുക്ക് എഞ്ചിൻ ഡ്രൈവിംഗിന്റെ കംഫർട്ടിനെ പറ്റിയും അതൊക്കെയാണ്. വളരെ സാറ്റിസ്ഫൈഡ് ആണ്. നല്ല ഫീച്ചേഴ്സ് ആണുള്ളത്. അപ്പം അടുത്തായിട്ട് നമുക്ക് അറിയേണ്ട സർവീസ് കോസ്റ്റ് ആണ്. ഇപ്പൊ 80,000 കിലോമീറ്ററിന്റെ സർവീസ് ചെയ്തു. അപ്പം അതിനൊക്കെ എത്ര കോസ്റ്റ് ആയിട്ടുണ്ട്? എനിക്ക് 80,000 സർവീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 20,000 റുപ്പീസോളം. 20,000 റുപ്പീസ് ആയിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ അതിന് മുമ്പ് സർവീസ് ചെയ്ത് എത്ര കിലോമീറ്ററിനായിരുന്നു? അത് ഞാൻ 10,000, പിന്നെ എവരി ആഫ്റ്റർ 10,000 കിലോമീറ്റേഴ്സ് കഴിയുന്നതോടെ ഞാൻ ഇപ്പോൾ 70,000 ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ സമയത്തും ഇത് ചെയ്യുന്നുണ്ട്. ഓയിൽ ചേഞ്ചിങ് എല്ലാം കറക്റ്റായിട്ട് ഇതുവരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും ഈ ഒരു റേഞ്ച് ആണോ സർവീസ് കോസ്റ്റ് വരുന്നത്? ഇത്രയും വരത്തില്ല, ചില ഈ സമയത്ത് ഇത്രയും വന്നിട്ടുള്ളൂ. ബാക്കി അതിന് മുമ്പ് എന്നാലും ഏകദേശമൊക്കെ എത്രയൊക്കെ ആകുന്നുണ്ട്. About 10,000-20,000 ഒക്കെ ആ ഒരു റേഞ്ച് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് സർവീസിന്റെയും ഡ്രൈവിംഗ് കംഫർട്ടിന്റെയും പറ്റി കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ടുള്ളത്. ഓക്കെ. ഇനിയും അടുത്തായിട്ട് കുറേ പേര് ചോദിച്ച കാര്യമായിരുന്നു ടയർ മൈലേജിന്റെ കാര്യം. അതായത് ഇപ്പോൾ 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പം എത്ര തവണ ഇതിന്റെ ടയർ മാറിയിട്ടുണ്ട്? ഒരു പ്രാവശ്യമാണെങ്കിൽ 4 ടയറും കൂടെ ഒന്നിച്ച് ഞങ്ങളത് മാറുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അന്നേരം ഞാൻ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം 2 ടയർ മാറി. ഓക്കെ. അപ്പോൾ ടോട്ടലി ഇപ്പം 2 പ്രാവശ്യം മാറിയിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം 4 ടയർ ഒന്നിച്ച് മാറി. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ഫ്രണ്ട് ടയർ മാത്രമേ മാറിയിട്ട് ഇങ്ങനെ ഓടിക്കുന്നു. ഇനിയിപ്പോൾ വലിയ താമസമില്ലാതെ ബാക്ക് ടയർ മാറേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അത് അത്യാവശ്യം വലിയ കുഴപ്പമില്ല. അതൊക്കെ ഇപ്പോൾ ഓടുന്നു. ഇനി എനിക്ക് തോന്നുന്നു ഒരു 10,000 കിലോമീറ്ററോടൊക്കെ ഓടും. അപ്പോൾ ഒരു 40,000 കിലോമീറ്ററോളം ഒരു ആദ്യത്തെ ടയറിൽ കിട്ടി. 40,000 കിട്ടിയില്ല, 35,000 കിലോമീറ്ററോളം കിട്ടി. ഓക്കെ. അത് വലിയ കുഴപ്പമില്ല, നല്ല മൈലേജാണ്. ഓക്കെ. പിന്നീട് ഇതിന്റെ സസ്പെൻഷനെ പറ്റി ചോദിക്കുകയാണ്. അത് ആൾക്കാർ മൾട്ടി ലിങ്ക് സസ്പെൻഷനാണ് XUV 500 വന്നിരിക്കുന്നത്. അപ്പം ഇത് സസ്പെൻഷൻ നമ്മൾ ഓടിക്കുന്ന സമയത്ത് കുഴിയിലൊക്കെ ചാടുമ്പോൾ എങ്ങനെയാണ്? അതിന് ചിലർക്ക് ഇഷ്യൂ ആയിട്ട് പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെയുള്ള ഒരു ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് വളരെ സ്മൂത്ത് റണ്ണിങ് ആണ്. വലിയ കട്ടറിനകത്തൊന്നും നമ്മൾ കയറാറില്ല. എങ്കിൽ തന്നെയും അഥവാ അങ്ങനെ കയറി കഴിഞ്ഞാൽ തന്നെയും ചിലതൊക്കെ നേരത്തെ ഉപയോഗിച്ചുകൊണ്ട് വണ്ടിയൊക്കെ ശരിക്കും അറിയാം. ഇതങ്ങനെ അറിയാനില്ല. എനിക്ക് വലിയ വണ്ടി ആയതുകൊണ്ടാകാം ഒരു പക്ഷേ അങ്ങനെ വരുന്നത്. വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഓക്കെ. പിന്നീട് അതിന്റെ എഞ്ചിൻ അകത്ത്, അതായത് ഡ്രൈവിംഗ് കമ്പാർട്ട്മെന്റ് അകത്തുള്ള സൗണ്ട്, അതായത് ഓടിക്കുന്ന സമയത്ത് പുറത്തുള്ള ബുദ്ധിമുട്ടൊന്നും അറിയാനേ ഇല്ല. ബിൽഡ് ക്വാളിറ്റിയെ പറ്റിയാണ് നമുക്ക് അറിയില്ല. അങ്ങനെയൊന്നുമില്ല. എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ് XUV കുറിച്ചുള്ളത്.
അങ്ങനെ കുറച്ച് വർഷങ്ങൾ ഓടി കഴിയുമ്പോൾ ഉണ്ടല്ലോ അകത്ത് സൗണ്ടുകൾ വേറെ വാഹനങ്ങൾ ഇന്ന് വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല, എനിക്ക് ഉണ്ടായിട്ടില്ല. ഈവൻ അതിന്റെ ബാക്കി പിന്നെ ഒരു പ്രോബ്ലം വരുന്നത് ഈ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ സൂചിപ്പിച്ചിട്ട് ഇന്ത്യൻ വണ്ടിയുടെ ആണ്ടുകൊണ്ടാകെ ഇതിന്റെ സൈഡിൽ ഒരു ചെറിയൊരു അങ്ങേ സൈഡില ഒരു ചെറിയ ഇത് ഇവിടെ തന്നെ ഇത് കണ്ടോ, അങ്ങനെ ഒരു ചെറിയ ഒരു കുത്ത്, തുരുമ്പിന്റെ ഒരു കുത്ത്. അതെനിക്ക് ഒന്ന് കല്ല് വല്ല അടിച്ചിട്ട് അത് വഴിയില്ല. അതുകൊണ്ട് അവിടെയും ഉണ്ട്, പിന്നെ ഇവിടെയും അതുപോലെ തന്നെ ചെറുതായിട്ട് കല്ല് കൊണ്ട് അടിച്ചതല്ല അത് അങ്ങനെ വരുന്നത്, അതിന്റെ എല്ലാം അടിച്ചതല്ല, ചെറിയ ക്വാളിറ്റി ഇഷ്യൂ, അങ്ങനെ ക്വാളിറ്റി ഇഷ്യൂ ചെറുതായിട്ടൊക്കെ ഉണ്ട്. അതും വലിയ ഇപ്പോഴൊക്കെ അതൊക്കെ മാറി കാണും അവര്, ഇപ്പൊ 6 വർഷത്തിന് മേളിലായില്ലേ, അതുകൊണ്ട് ഇതിപ്പോ ഇതൊക്കെ അവര് സോൾവ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അതുണ്ട്. പിന്നീട് ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റി ചോദിക്കേണ്ട കാര്യമില്ല, ചോദിക്കാണ്. നല്ല XUV ആണല്ലോ, പ്രത്യേകിച്ച് ചോദിക്കേണ്ടാത്ത കാര്യമാണ്. നല്ല ഇതാണ് വന്നിരിക്കുന്നത്. ഫുഡ് സ്റ്റെപ്പ് ഒക്കെ വേറെ എക്സ്ട്രാ ചെയ്തതാണോ? ഇത് ചെയ്തത് എക്സ്ട്രാ ഷോറൂമിൽ തന്നെ ചെയ്തത് അല്ലേ? ഞങ്ങൾ പുറത്ത് ചെയ്യിക്കായിരുന്നു. ഓക്കെ. അപ്പൊ ചവിട്ടി കയറാനൊക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ്. ഓക്കെ ഓക്കെ. പിന്നീട് ബാക്കി ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ് അകത്ത് വന്നിരിക്കുന്നത്? ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ ഉണ്ട്. ഡിസ്പ്ലേയിൽ നാവിഗേഷൻ വന്നിട്ടില്ല ആ ഒരു സമയത്ത് അതില്ല. അതുകൊണ്ട് ഇതിന്റെ നെക്സ്റ്റ് ഓപ്ഷന് അടുത്ത വേരിയന്റിനുണ്ടായിരുന്നു, ഇതിനില്ലായിരുന്നു. പിന്നീട് ലൈറ്റ് വിസിബിലിറ്റിയെ പറ്റി ചോദിക്കുവാണെങ്കിൽ എങ്ങനെയുണ്ട്? രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ ലൈറ്റ് നല്ല വിസിബിൾ ആണോ അതോ? അതെ നല്ല വിസിബിലിറ്റി ഉണ്ട്. നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല, ഇന്ന് വരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ. ഇപ്പം ധാരാളം XUV 500 ഒക്കെ കുറെ പേര് യൂസ്ഡ് മോഡൽ എടുക്കുന്നുണ്ട്. അതായത് പുറത്തുനിന്നും നമുക്ക് ഡൽഹി മാർക്കറ്റിൽ നിന്നൊക്കെ കുറെ പേര് എടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു വാഹനം അത്ര പ്രിയമായിട്ട് എന്തോ എൻ്റെ ഒരു ഇതുകൊണ്ടാകാം എൻ്റെ കോ ബ്രദർ ഇപ്പൊ ഡൽഹി പോയി ഒരെണ്ണം ഇതുപോലെ വാങ്ങിച്ചോണ്ട് വരുന്നുണ്ട്. അത് ഇത് സെയിം മോഡൽ തന്നെയാണ്, അദ്ദേഹം ഒരെണ്ണം വാങ്ങിച്ചോണ്ട് വരുന്നുണ്ട്. കുറച്ചുകൂടെ വർഷം പഴക്കമുള്ള ഒരെണ്ണമാണ്, ഡൽഹിക്ക് പോയിരിക്കുക. ഈ മോഡലിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ഒരു പക്ഷെ എൻ്റെ എനിക്കുണ്ടായ അനുഭവത്തിന്റെ വെളിച്ചത്തിലായിരിക്കും അദ്ദേഹം പോയി അത് തന്നെ എടുക്കാനുണ്ടായ കാരണം. ഓക്കെ. അപ്പം അവരോട് പറയാനുള്ളത് എന്താണ്? അതായത് പുതിയതായിട്ട് ഇത് യൂസ്ഡ് വാഹനം ചൂസ് ചെയ്യുന്നവരോട് പറയാനുള്ള ഒരു അഡ്വൈസ് പോലെ? എനിക്കൊരു അഡ്വൈസ് ആയിട്ട് പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരാണല്ലോ, ഓരോരുത്തർ ഓരോ രീതിയിലാണ് ഓരോരുത്തർ ഇതിനെക്കുറിച്ച് ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണോ? തീർച്ചയായിട്ടും XUV സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനം തന്നെയാണ്. മൈലേജിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. നോർമലി അപ്പൊ കൂടുതൽ ഈ ഫെസിലിറ്റീസ് കൂടുന്തോറും അതിന്റെ മൈലേജും കുറഞ്ഞിരിക്കും. ഡ്രൈവിംഗ് വളരെ നല്ല കംഫർട്ടബിലിറ്റി, അത് ഞാൻ പറഞ്ഞില്ല, ഒരു കുഴപ്പമില്ല, ഒരു ക്ഷീണവും ഇല്ല നമുക്ക് യാത്ര ചെയ്യാൻ. വളരെ നല്ല. ഞങ്ങൾ ഇപ്പോൾ ഇന്നലെ ആണെങ്കിൽ എൻ്റെ ഈ ഏജിലൊക്കെ ട്രിവാൻഡ്രത്തൊക്കെ പോയിട്ട് അന്നേരം തന്നെ തിരിച്ചു വരികയാണ്. ഞങ്ങൾ ഇന്നലെ രാവിലെ ആണെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്ത് പോയിട്ട് വൈകിട്ട് 4 മണിയാകുമ്പോൾ ഞങ്ങൾ തിരികെ വന്നു. അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. ഡ്രൈവിംഗിന്റെ സൈഡിലോ എഞ്ചിൻ സൈഡിലോ ഭയങ്കര റിലയബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് XUV 500 ഒരു ഇതെന്ന് പറയുന്നത്. കുറെ വർഷം കഴിഞ്ഞാലും ആ ഒരു പുതുമ തന്നെ നിലനിർത്തുന്നു. ഇന്ന് വരെ ഇതിന് എഞ്ചിൻ സൈഡിൽ നിന്നുള്ള അങ്ങനെയുള്ള ഒരു വന്നിട്ടില്ല. ഓക്കെ ഓക്കെ. പിന്നെ ഇത്രയും നാൾ ഉപയോഗിച്ചതിൽ എന്തൊക്കെയാണ് വണ്ടികൾ മാറ്റേണ്ടി വന്നിട്ടുള്ളത്? അതായത് ക്ലച്ച് പ്ലേറ്റ്, ബ്രേക്ക് പാഡ് എത്ര മാറി എന്നുള്ളതോ? ബ്രേക്ക് പാഡ് എത്ര മാറിയെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഒരു പ്രാവശ്യം മാറിയതായിട്ട് എനിക്ക് ഓർക്കുന്നു, പിന്നീട് മാറിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ. പിന്നീട് ക്ലച്ച് പ്ലേറ്റ് ഒക്കെ? ക്ലച്ച് പ്ലേറ്റ് ഞാൻ ഒരു പ്രാവശ്യം മാറി, അത് റീസെന്റ്ലിയാണ്. ഒരു 78,000 കിലോമീറ്റേഴ്സ് കഴിഞ്ഞ പിന്നെ നിയർ അബൌട്ട് 80 ആയപ്പോഴാണ് ഞാൻ ഇത് മാറുന്നത്. ഓക്കെ ഓക്കെ. പിന്നീട് ബാറ്ററി ഒരു പ്രാവശ്യം ബാറ്ററി മാറിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം പിന്നീട് ഓടുന്നത് പുതിയ ബാറ്ററിയാണ്. ബാറ്ററി 1.5 വർഷമായിട്ടേ ഉള്ളൂ. ഓക്കെ. പിന്നീട് ബൂട്ട് സ്പേസ് ഒരു ബുദ്ധിമുട്ടായിരിക്കും, അതൊരു വിഷയം തന്നെയാണ്, നമുക്ക് പറയാതിരിക്കാൻ സാധനങ്ങൾ അത് ഒട്ടുമേ ഇല്ല. ഡിക്കി സ്പേസ് എന്ന് പറയുന്നത് ഇല്ല. പിന്നെ നമുക്ക് ലാസ്റ്റിലെ ആ ഒരു സീറ്റ് അങ്ങ് ഒഴിവാക്കാമെന്നുണ്ടെങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ളത് ഉണ്ട്. അപ്പം അന്നേരം ആ സീറ്റ് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ. 4 ഇപ്പം നമ്മൾ 7 പേര് എവിടെയെങ്കിലും യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ലോങ് ജേർണി പോകണമെങ്കിൽ അവർക്കുള്ള ബിലോങ്ങിങ്സ് ഒന്നും ക്യാരി ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ല. അതൊരു ബുദ്ധിമുട്ടാണ്. അത് ഈ എല്ലാ 7 സീറ്റർ വണ്ടികളുടെ എല്ലാം നല്ല ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ. കാരണം ഇപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടാകും. അതെ. ബാക്കി സ്റ്റോറേജ് സ്പേസുകൾ, അതായത് സൈഡിലെല്ലാം ഇഷ്ടംപോലെ ബോട്ടിൽ ഹോൾഡർ, അതുപോലെ തന്നെ ഗ്ലാസ് വയ്ക്കാനുള്ള സ്പേസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൈഡ് സ്റ്റോറേജസ് ഇഷ്ടംപോലെ എല്ലാം ഉണ്ട്.
ഓക്കെ. പിന്നീട് ഗിയർ ട്രാൻസ്മിഷനെ പറ്റി, അതായത് ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇത് മാനുവല, ഈ ഓട്ടോമാറ്റിക് അല്ല, അതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇതുവരെ തോന്നിയിട്ടില്ല. അങ്ങനെയൊന്നും പ്രശ്നങ്ങൾ. ബാക്കി സ്റ്റിയറിംഗ്, കംഫർട്ട്, ബ്രേക്കിംഗ് വളരെ പെർഫെക്റ്റ്, എല്ലാം ഓക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നാളിതുവരെ. ഓക്കെ. അപ്പം ഒരു ഹാപ്പി കസ്റ്റമർ ആണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നമ്മള് ഇങ്ങനെ എല്ലാം പോസിറ്റീവായിട്ട് പറയുന്നുണ്ട്, ആരും തെറ്റിദ്ധരിക്കരുത്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അങ്ങനെ കാര്യങ്ങളൊന്നും അല്ല. നമ്മളൊരു ജെന്യൂൻ റിവ്യൂ ആണ് ചെയ്തിരിക്കുന്നത്. എനിക്കുള്ള ബാറ്ററി മാർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും അങ്ങനെയല്ല. അതെ. നമ്മള് ഇപ്പം ചിലർക്ക് ബുദ്ധിമുട്ടുകൾ ചില വണ്ടികൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും, അത് എല്ലാവർക്കും തോന്നണമെന്നില്ല. പിന്നെ എല്ലാവർക്കും ഒരേപോലല്ല എല്ലാവരും ഡ്രൈവിംഗ് രീതി, അതനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുകൂടെ എല്ലാവരും ഒന്ന് കൺസിഡർ ചെയ്യേണ്ടതാണ്. ഓക്കെ. അപ്പം അതൊക്കെയാണ് നമുക്ക് XUV 500യുടെ കാര്യങ്ങളെ പറ്റി നമുക്ക് അറിയാനായിട്ടുള്ളത്. നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിരുന്ന നമ്മൾ ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഈ വാഹനത്തെ പറ്റി അറിയാനെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, നമ്മൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് അങ്കിൾ. താങ്ക് യു. നമുക്ക് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് വാഹനങ്ങളെ പറ്റി കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. നമുക്ക് ഇതുപോലുള്ള വീഡിയോകൾ നമ്മൾ വേറെയും കൊണ്ടുവരുന്നതായിരിക്കും. നമ്മൾ MG ഗ്ലോസ്റ്ററൊക്കെ നമ്മൾ നോക്കി, നമ്മൾ എൽദോ എന്ന് പറയുന്ന ഒരാൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്ക് റെഡി ആവുന്നില്ല. നമ്മൾ നോക്കിയ വാഹനങ്ങളെല്ലാം കേരളത്തിൻ്റെ അങ്ങേ അറ്റമാണ്. നമുക്ക് എത്രയും ട്രാവൽ ചെയ്ത് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ വേറെ വാഹനങ്ങൾ നമ്മൾ റെഡിയാക്കി നമ്മൾ ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും. അപ്പം നിങ്ങൾ ഇതുപോലുള്ള യൂസർ എക്സ്പീരിയൻസ് വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.